സ്വന്തമായി ഒരു ബിസിനസ് ചെയ്തോ അല്ലെങ്കിൽ ഒഴിവു സമയങ്ങളിൽ സ്വതന്ത്രമായി മറ്റു ജോലികൾ ചെയ്തോ 4 പൈസ അധികം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർ നമുക്കിടയിലുണ്ട്. എന്നാൽ ഇത്തരത്തിൽ സൗദിയിൽ സ്വന്തമായി പണിയെടുക്കുന്ന അല്ലെങ്കിൽ കമ്പനിക്ക് പുറത്ത് സ്വതന്ത്രമായി ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് കടുത്ത മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് സൗദി ആഭ്യന്തര മന്ത്രാലയവും പാസ്പോർട്ട് വിഭാഗമായ ജവാസത്തും. നിയമവിധേയമല്ലാത്ത രീതിയിൽ സ്വന്തമായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് 50,000 സൗദി റിയാൽ പിഴയും 6 മാസം വരെ ജയിൽ ശിക്ഷയും ഒപ്പം നാടുകടത്തലും വ്യവസ്ഥ ചെയ്യുന്ന കർശനമായ മുന്നറിയിപ്പാണ് ഔദ്യോഗികമായി ഇവിടെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ ഒരു നിയമലംഘനം കൊണ്ട് സൗദി ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. സൗദി തൊഴിൽ നിയമം അനുസരിച്ച് ഒരു പ്രവാസി തൊഴിലാളി തനിക്ക് ഇക്കാമ നൽകിയിട്ടുള്ള സ്പോൺസറുടെ അഥവാ കഫീലിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ കീഴിൽ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ പ്രവാസികൾക്കിടയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു തെറ്റായ ധാരണയാണ് ഫ്രീ വിസ എന്നത്. യഥാർത്ഥത്തിൽ സൗദി തൊഴിൽ നിയമത്തിൽ ഫ്രീ വിസ എന്നൊരു വാക്കോ അല്ലെങ്കിൽ സംവിധാനമോ ഔദ്യോഗികമായി നിലവിലില്ല. ഒരു സ്പോൺസറുടെ കീഴിൽ വിസയെടുത്ത് മാസാമാസം അദ്ദേഹത്തിന് നിശ്ചിത തുക നൽകി പുറത്ത് സ്വന്തമായി കടകൾ നടത്തുകയോ ടാക്സി ഓടിക്കുകയോ മറ്റ് കമ്പനികളിലോ വീടുകളിലോ കരാറടിസ്ഥാനത്തിൽ പണിയെടുക്കുകയോ ചെയ്യുന്ന രീതിയാണ് തനിയെ ജോലി ചെയ്യൽ അഥവാ സെൽഫ് എംപ്ലോയ്മെന്റ് ആയി ആഭ്യന്തര മന്ത്രാലയം കണക്കാക്കുന്നത്. ഇത്തരത്തിൽ സ്വന്തമായി തൊഴിലെടുക്കുന്നതും അത്തരം തൊഴിലാളികൾക്ക് ജോലി നൽകുന്നതും സൗദി അറേബ്യയിൽ ഗുരുതരമായ കുറ്റകൃത്യം കൂടിയാണ്. സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഇത്തരത്തിൽ സ്വന്തം ആവശ്യത്തിനായി അല്ലെങ്കിൽ സ്പോൺസറുടെ കീഴിലല്ലാതെ ജോലി ചെയ്യുന്ന പ്രവാസികൾ പിടിക്കപ്പെട്ടാൽ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത പ്രത്യാഘാതങ്ങൾ ഇനി പറയുന്നവയാണ്. ഒന്നാമതായി 50,000 സൗദി റിയാൽ വരെയാണ് സാമ്പത്തിക പിഴ ചുമത്തുക. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 11 ലക്ഷത്തിലധികം രൂപ വരും. രണ്ടാമതായി 6 മാസം വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നതാണ്. മൂന്നാമതായി ജയിൽ ശിക്ഷയും പിഴക്കും ശേഷം രാജ്യത്ത് നിന്ന് പൂർണ്ണമായും നാടുകടത്തും അല്ലെങ്കിൽ തർഹീൽ ചെയ്യും. ഇതിനു പുറമെ ഭാവിയിൽ പുതിയ വിസയിലോ സന്ദർശന വിസയിലോ സൗദി അറേബ്യയിലേക്ക് തിരികെ പ്രവേശിക്കുന്നതിനും വിലക്കും ഏർപ്പെടുത്തുന്നതായിരിക്കും. അതായത് ചെറിയൊരു അധിക വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സൗദിയിലെ പ്രവാസ ജീവിതം തന്നെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കാരണമാകും. ഇനി പ്രവാസികൾക്ക് സ്വന്തമായി പണിയെടുക്കാൻ അവസരം നൽകുന്ന സ്പോൺസർമാർക്കും കമ്പനിക്കാർക്കുമുള്ള ശിക്ഷകളാണ് ഇനി പറയുന്നത്. നിങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികളെ പുറത്ത് സ്വന്തമായി പണിയെടുക്കാൻ അനുവദിക്കുന്ന സ്പോൺസർമാർക്ക് അല്ലെങ്കിൽ കഫീൽമാർക്ക് 1 ലക്ഷം സൗദി റിയാൽ വരെയാണ് പിഴ ചുമത്തുന്നത്. ഇതിനു പുറമെ 6 മാസം വരെ ജയിൽ ശിക്ഷയും അടുത്ത 5 വർഷത്തേക്ക് പുതിയ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വിലക്കും ഏർപ്പെടുത്തും. കൂടാതെ ഇത്തരക്കാരുടെ പേരുകൾ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയും ചെയ്യും. സൗദി അറേബ്യയിലെ മന്ത്രാലയങ്ങളും സുരക്ഷാ ഏജൻസികളും സംയുക്തമായി രാജ്യത്തുടനീളം കടുത്ത പരിശോധനകളാണ് നിലവിൽ നടത്തിവരുന്നതും. വ്യാപാര സ്ഥാപനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, നിർമ്മാണ മേഖലകൾ, താൽക്കാലിക ജോലി സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന സംഘങ്ങൾ നേരിട്ടെത്തി തൊഴിൽ കാർഡും ഇക്കാമയും പരിശോധിക്കുന്നുമുണ്ട്. നിങ്ങളുടെ ഇക്കാമയിലെ തൊഴിലും നിങ്ങൾ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അത് വലിയ നിയമ നടപടികൾക്ക് കാരണമാവുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ സൗദിയിലുള്ള മലയാളി പ്രവാസികൾ സ്വന്തം സുരക്ഷയ്ക്കായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമതായി നിങ്ങളുടെ സ്പോൺസറുടെ കീഴിലല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് രാജിവെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അപ്ഷീർ അല്ലെങ്കിൽ കിവ പ്ലാറ്റ്ഫോം വഴി കൃത്യമായ നിയമ നടപടികളിലൂടെ സ്പോൺസർഷിപ്പ് മാറ്റം പൂർത്തിയാക്കിയ ശേഷം മാത്രം പുതിയ ജോലിയിൽ പ്രവേശിക്കുക. രണ്ടാമതായി നിലവിലെ ഇക്കാമയും തൊഴിൽ കരാറും വാലിഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്നതാണ്. ഇക്കാമ കാലാവധി കഴിഞ്ഞവരും ഹുറൂപ്പ് രേഖപ്പെടുത്തിയവരും അടിയന്തരമായി ഇവരുടെ നിയമപരമായ പദവി ശരിയാക്കാൻ ശ്രമിക്കേണ്ടതാണ്. മൂന്നാമതായി അജീർ പോലുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴി നിയമപരമായി അനുമതിയുള്ള കരാർ ജോലികൾ മാത്രം ചെയ്യുക എന്നതാണ്. കൂടാതെ സൗദി സർക്കാർ അനുവദിച്ചിട്ടുള്ള നിയമപരമായ മാർഗങ്ങളിലൂടെ അല്ലാതെ ചെയ്യുന്ന ഏതൊരു ജോലിക്കും വലിയ അപകടം ക്ഷണിച്ചു വരും എന്ന കാര്യം പ്രവാസികൾ പ്രത്യേകം ഓർക്കണം. അതേസമയം സൗദി അറേബ്യയിലെ നിയമങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടായിരിക്കുക എന്നത് ഏതൊരു പ്രവാസിയുടെയും സുരക്ഷയ്ക്കും ഇവിടെ അത്യാവശ്യമാണ്. വർഷങ്ങളുടെ അധ്വാനവും പ്രതീക്ഷകളും ഒറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഇല്ലാകാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ജാഗ്രതയും പാലിക്കണം.